ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. ഒരു മാന്ത്രിക വിദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ശരിക്കും മാന്ത്രികം പോലെ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണെന്നല്ലേ, നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടുന്നതിന് മുമ്പേ അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് എങ്ങനെ ഫീൽ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ തോന്നിയേക്കാം, പക്ഷേ വളരെ ലളിതമായിട്ട് പടിപടിയായിട്ട് നിങ്ങൾക്കിത് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹങ്ങളുണ്ട് അല്ലേ? ചിലപ്പോൾ നല്ലൊരു ജോലി ആയിരിക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു നിലയിൽ എത്തണം എന്നായിരിക്കും, ചിലർക്ക് വീട് വേണം എന്നായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ വ്യത്യാസമായിരിക്കും. പക്ഷേ ഈ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഒരുപാട് കഷ്ടപ്പെടും, പരിശ്രമിക്കും, ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം. എന്നാൽ ഇതിനൊരു എളുപ്പവഴിയുണ്ടെങ്കിലോ? അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, ദ ലോ ഓഫ് അസംഷനെ കുറിച്ച്. അതായത് അനുമാന നിയമം, അല്ലെങ്കിൽ നമുക്കതിനെ സങ്കല്പ നിയമം എന്ന് പറയാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിപ്പോൾ തന്നെ സംഭവിച്ചു എന്ന് വിശ്വസിച്ച് അത് യാഥാർത്ഥ്യവുമായി നമുക്ക് അനുഭവിക്കാൻ കഴിയണം എന്നാണ് ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെയാണ് ചോദ്യം വരുന്നത് അല്ലേ? നമ്മുടെ മുന്നിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിന് നേർവിപരീതമായ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഒരു തെളിവുമില്ലാതെ എങ്ങനെയാണ് നമുക്ക് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ച് അനുഭവിക്കാൻ കഴിയുക? നമ്മുടെ ഈ 3D ലോകത്ത്, അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഭൗതിക ലോകം, അതാണ് ഈ 3D ലോകം എന്ന് ഉദ്ദേശിച്ചത്. ഒരു കാര്യം ഇല്ലാത്തപ്പോൾ അത് സത്യമാണെന്ന തോന്നലും വിശ്വാസവും എങ്ങനെ നമുക്ക് ഉള്ളിൽ കൊണ്ട് നടക്കാൻ കഴിയും? ഒരു കാര്യം നമുക്ക് യാഥാർത്ഥ്യമല്ല എന്ന് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ പോലും അത് സത്യമാണെന്ന തോന്നലും സങ്കല്പവും എങ്ങനെ നമുക്ക് നിലനിർത്താൻ കഴിയും? ഇത് ശരിക്കും ഒരു വലിയ കടങ്കഥ പോലെ തോന്നിയേക്കാം അല്ലേ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു നെഗറ്റീവ് ലൂപ്പിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷകരമായ ജീവിതം ജീവിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ പൂർത്തിയായി എന്ന് വിശ്വസിച്ച് ആ അവസ്ഥയിൽ തന്നെ തുടരാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്താണ് ഈ ഫീലിംഗ് ഇറ്റ് റിയൽ എന്ന് ശരിക്കും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ലോ ഓഫ് അസംഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അതാണ് നമ്മുടെ ബോധപൂർവമായ മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് അല്ലേ? അതാണ് നമ്മൾ ഒരു കാര്യം സത്യമാണെന്ന് നമുക്ക് ശരിക്കും അനുഭവിക്കാൻ കഴിയുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു ആഴത്തിലുള്ള മുദ്ര പതിപ്പിക്കും. ഒരു വിത്ത് മണ്ണിൽ വീണ് മുളയ്ക്കുന്നത് പോലെ ഈ ഫീലിംഗ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് പിന്നീടത് നമ്മുടെ 3D ലോകത്ത് ഒരു യാഥാർത്ഥ്യമായി പുറത്തു വരും. നമ്മൾ എന്ത് ശക്തമായിട്ട് വിശ്വസിച്ച് അനുഭവിക്കുന്നുവോ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തുകയും നമ്മുടെ കൺമുന്നിലുള്ള ലോകത്ത് അത് യാഥാർത്ഥ്യമായി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളുടെയും പ്രധാന ലക്ഷ്യം ഇതാണ്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണെങ്കിലും ഒരു കാര്യം നമുക്ക് സ്വന്തമാണെന്നും അത് യാഥാർത്ഥ്യമാണെന്നും എങ്ങനെ ശക്തമായിട്ട് അനുഭവിക്കാൻ കഴിയുക എന്ന് പഠിക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഫീലിംഗ് ഇറ്റ് റിയൽ എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിച്ച ആ അവസാനത്തിലേക്ക് പോകുന്നത്? അതായത് നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞ ആ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുന്നത്? അതിനു വേണ്ടിയിട്ടുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ ബോധപൂർവമായ മാനിഫെസ്റ്റേഷനിൽ ഈ ഫീലിങ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ആദ്യം ശരിക്കും മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ ചില ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഫീലിംഗ് ഇല്ലാതെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നമ്മൾ നെവിൽ ഗോഡാർഡിൻ്റെ പഠിപ്പിക്കലിനെ കുറിച്ചും പ്രത്യേകിച്ച് ലോ ഓഫ് അസംഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൂടാതെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല.
അതിന് വളരെ ലളിതമായൊരു കാര്യമുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സ് സംസാരിക്കുന്നത് നമ്മുടെ ഫീലിങ്ങുകളുടെ ഭാഷയിലാണ്. അത് നമ്മൾ പറയുന്ന വാക്കുകൾ അത്ര പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അത് നമ്മൾ പറയുന്ന വാക്കുകൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് അഫർമേഷനൊക്കെ പറയുന്ന സമയത്ത് ഫീലിങ്ങോടെ പറയണമെന്ന് പറയുന്നത്. വെറുതെ നമ്മൾ അഫർമേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നടക്കില്ല. അത് ആ ഫീലിങ്സോടെ പറയണമെന്ന് പറയുമ്പം അത് മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സിന് മനസ്സിലാവുള്ളൂ. ഫീലിംഗ് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ എന്താണ് ശക്തമായി അനുഭവിക്കുന്നത് എന്ന് മാത്രമേ അതിന് മനസ്സിലാവുള്ളൂ. വാസ്തവത്തിൽ നെവിൽ ഗോഡാർഡ് ഈ ഒരു വിഷയത്തെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫീലിംഗ് പ്രധാനപ്പെട്ടതാണോ എന്നൊരു സംശയം നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ വീഡിയോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ ഫീലിങ്സ് എന്ന് പറയുന്നൊരു കാര്യം ആണ് നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ കീ. അത് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്. ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി ബാക്കി പറയാം. ഞാനിത് പെട്ടെന്ന് ഓർത്തപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. കൂടാതെ നമ്മൾ ഈ ഫീലിംഗ് എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഇമോഷനെ കുറിച്ചല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ ഈ ഒരു ഇമോഷൻ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവം പോലെ നമ്മളതിനെ ചിന്തിക്കരുത്. ഇവിടെയാണ് നമുക്ക് തെറ്റ് സംഭവിക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. നമ്മൾ ഇവിടെ ഒരു വലിയ വികാരം ഉണ്ടാക്കിയെടുക്കേണ്ടതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എപ്പോഴും നല്ല മൂഡിലിരിക്കേണ്ടതിനെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഒരു തോന്നലിനെ കുറിച്ചാണ്. ഒരു തോന്നൽ, ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു തോന്നൽ. കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ തോന്നൽ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് എത്രത്തോളം സത്യമാണെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കിപ്പോൾ തന്നെ സത്യമാണെന്ന് ഉറപ്പുള്ളൊരു കാര്യം, അതെന്തോ ആകട്ടെ, നിങ്ങളുടെ സ്വന്തം പേരോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ നിറം അല്ലെങ്കിൽ ആകാശം നീല നിറമാണെന്നുള്ളൊരു സത്യമാകാം. ഈ സത്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഒരു തർക്കമോ സംശയമോ നിങ്ങൾക്ക് തോന്നില്ല എന്ന് ശ്രദ്ധിക്കുക. എന്ത് കാര്യമായിട്ടും, എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, സത്യമായിട്ടുള്ളൊരു കാര്യം, അവിടെ നമുക്ക് തർക്കമൊന്നുമില്ലേ? അവിടെ നിങ്ങൾക്ക് വളരെ ശാന്തവും സ്വസ്ഥവുമായി തോന്നുന്നു അല്ലേ? അത് നിങ്ങൾക്ക് സത്യമാണെന്നുള്ളത് കൊണ്ട് തോന്നുന്നു, ശരിയല്ലേ? നമ്മൾ നമ്മെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല, അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് ഉറപ്പിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് സത്യമാണെന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു തോന്നലാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഒരു കാര്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് സത്യമാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് സ്വാഭാവികമായി തോന്നുന്ന ആ ഒരു ഫീൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുകയും പരിചയപ്പെടുകയും വേണം. അതിന് നിങ്ങൾ തന്നെ ഇരുന്ന് ആലോചിക്കേണ്ടി വരും കേട്ടോ. ആ ഒരു ഫീല് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എന്താണ് സ്വാഭാവികമായി തോന്നുന്ന ആ ഒരു ഫീല്. ഏറ്റവും കുറഞ്ഞത് നമുക്ക് സത്യമാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം സംഘർഷം ഉണ്ടാകാറില്ല, ശരിയല്ലേ? നമുക്ക് സത്യമാണെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരോടെങ്കിലും തർക്കിക്കാൻ പോകുമോ? ഇല്ല. നമ്മൾ നമ്മെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് നമുക്ക് തോന്നുമോ? ഇല്ല. കാരണം അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ ഇതൊരിക്കലും ഒരു വലിയ ഇമോഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എപ്പോഴും ഹൈ വൈബിൽ ഇരിക്കുന്നതിനെക്കുറിച്ചോ അല്ല പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മൾ ഇമോഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇമോഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തോടുള്ള നമ്മുടെ സ്വാഭാവിക പ്രതികരണമാണ്. ഇമോഷനുകൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഉണർന്നു വരേണ്ടതാണ്. നമുക്കവയെ ബലമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ ഇമോഷനുകളെ ഉത്തേജിപ്പിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. അത് നമുക്ക് ബലം പ്രയോഗിച്ച് നേടാൻ പറ്റുന്ന ഒന്നേ അല്ല. അപ്പോൾ ഫീലിംഗ് ഇറ്റ് റിയൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ആ സ്വാഭാവികതയുടെ ഒരു അവസ്ഥ,
ആ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തോന്നൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നുന്ന ഒരു കാര്യം, ഇതിലേക്ക് നമ്മൾ എങ്ങനെ എത്തും? എങ്ങനെയാണ് ഇത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നത്? അവിടെയാണ് നിങ്ങളുടെ ക്രിയാത്മക ശക്തി വരുന്നത്, അതായത് നിങ്ങളുടെ ഭാവന വരുന്നത്. നമ്മുടെ ഭാവനയിൽ, നമ്മുടെ ഈ 3D ലോകത്ത് നമ്മൾ കാണുന്ന ഒരു തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ ഇല്ല. നിങ്ങളുടെ ഭാവനയ്ക്ക് അതിരുകളില്ല. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് അനുഭവവും അവിടെ നേടാൻ കഴിയും, ഭാവനയിലൂടെ നേടാൻ കഴിയും. ഫീലിംഗ് ഇറ്റ് റിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം അതാണ്. ഭാവനയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാക്കണം. അതുകൊണ്ടാണ് നെവിൽ ഗോഡാർഡ് തൻ്റെ അനുയായികളോട് 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യാൻ നിർദ്ദേശിച്ചത്. ഒന്നാമതായിട്ട്, സ്വന്തം കാഴ്ചപ്പാടിൽ നിന്ന് സങ്കല്പിക്കുക. അതായത് നിങ്ങളുടെ സ്വന്തം കണ്ണുകളിലൂടെ കാണുക. ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങളെ തന്നെ പുറത്തു നിന്ന് കാണരുത്, സ്വന്തം കണ്ണിലൂടെ കാണണം. രണ്ടാമതായി, യാഥാർത്ഥ്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ ഭാവനയിലെ ഇന്ദ്രിയങ്ങൾ, അതായത് രുചി, സ്പർശം, മണം, കാഴ്ച, കേൾവി, ഈ കാര്യങ്ങളെല്ലാം ചേർക്കുക. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ കാണുമ്പോൾ ഭാവനയിലെ ആ അനുഭവം നമ്മൾ ഈ 3D ലോകത്ത് അനുഭവിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു ശക്തമായ മുദ്ര പതിപ്പിക്കുക എന്നതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നതായിട്ട് ശരിക്കും തോന്നണം. എന്തുകൊണ്ടാണ് ഇത് എത്ര പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. കാരണം നിങ്ങളുടെ ഭാവനയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. നിങ്ങളുടെ ഭാവനയിലും അതിൽ നിങ്ങൾ അനുഭവിക്കുന്നതും നിങ്ങൾക്ക് തോന്നുന്നതും നിങ്ങൾ 3D ലോകത്ത് ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ഒട്ടും കുറഞ്ഞ യാഥാർത്ഥ്യമല്ല. ഇവിടെയാണ് പലർക്കും ഈ പഠിപ്പിക്കലുകൾ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം നമ്മളിപ്പോഴും നമ്മുടെ ഭാവനയെ വെറൊരു സ്വപ്നമായിട്ടാണ് കാണുന്നത്. ഈ 3D ലോകത്തെയാണ് നമ്മുടെ യഥാർത്ഥ ലോകമായി കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഭാവന ഉപയോഗിക്കുമ്പോൾ പോലും നമ്മൾ സങ്കല്പിക്കുന്ന കാര്യം നമുക്ക് ശരിക്കും യാഥാർത്ഥ്യമാണെന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടാകാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ശക്തമായ മുദ്ര നമ്മുടെ ഉപബോധ മനസ്സിൽ പതിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. വാസ്തവത്തിൽ ശാസ്ത്രം പോലും ഈ വാദത്തെ ശരിവെക്കുന്നതായിട്ട് തോന്നുന്നു. 2023 ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വന്ന ഒരു പഠനം പറയുന്നത്, നമ്മളൊരു കാര്യം എത്രത്തോളം വ്യക്തമായിട്ട് സങ്കല്പിക്കുന്നുവോ അത്രത്തോളം അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. നമ്മുടെ തലച്ചോറ് ഭാവനയിൽ കാണുന്ന ഒരു കാര്യത്തിന്റെ വ്യക്തതയെയും 3Dയിലെ ഒരു യഥാർത്ഥ സംഭവത്തെയും ഒരേ രീതിയിലാണ് സ്വീകരിക്കുന്നത് എന്നവർ കണ്ടെത്തി. നമ്മൾ കൂടുതൽ വ്യക്തമായിട്ട് സങ്കല്പിക്കുമ്പോൾ നമ്മൾ സങ്കല്പിച്ചത് ഒരു യഥാർത്ഥ സംഭവമാണെന്ന് വിശ്വസിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മനസ്സൊരു സങ്കല്പത്തെയും നമ്മൾ യഥാർത്ഥമായി കാണുന്ന ഒന്നിനെയും മനസ്സിലാക്കുന്ന രീതിയിൽ വളരെയധികം സാമ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പഠനത്തിൽ ഒരു പ്രധാന ചോദ്യം ഉയർന്നു വന്നു: എങ്ങനെയാണ് നമ്മൾ ഭാവനയെ ഈ 3D യാഥാർത്ഥ്യത്തിൽ നിന്ന് വേർതിരിച്ചറിയുന്നത് എന്ന്. ഈ പഠനത്തിൽ ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, ആളുകൾക്ക് ഒരു കാര്യം അവർക്ക് യഥാർത്ഥമാണോ അതോ വെറും സങ്കല്പമാണോ എന്ന് വിലയിരുത്തുന്നത് അത് എത്രത്തോളം ശക്തമായി അവർ അനുഭവപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്നാണ്. ന്യൂറോ ഇമേജിംഗ് ഉപയോഗിച്ച് യഥാർത്ഥം അല്ലെങ്കിൽ സങ്കല്പ സംഭവങ്ങളുടെ ശക്തി അല്ലെങ്കിൽ വ്യക്തത നമ്മുടെ ബ്രെയിന് ഒരേ രീതിയിലാണ് സ്വീകരിക്കുന്നത് എന്നും അവർക്ക് കാണാൻ കഴിഞ്ഞു. അടിസ്ഥാനപരമായി നമ്മൾ സങ്കല്പിച്ച ഒരു കാര്യവും 3Dയിൽ നമ്മൾ ശരിക്കും അനുഭവിച്ച ഒരു കാര്യവും തമ്മിൽ വേർതിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ സങ്കല്പിച്ച ഫീലിംഗ് വളരെ ശക്തമായിരുന്നെങ്കിൽ. അടിസ്ഥാനപരമായി നെവിൽ ഗോഡാർഡ് പറഞ്ഞ അതേ കാര്യം ഈ പഠനം ശരിവെക്കുന്നതായിട്ട് തോന്നുന്നു. നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സങ്കല്പിക്കുമ്പോൾ അത് നമുക്ക് ശരിക്കും യാഥാർത്ഥ്യമായി തോന്നുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് അതിനെ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയില്ല. ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിന് 3Dയിൽ നടക്കുന്ന ഒരു കാര്യവും നമ്മൾ ശക്തമായി സങ്കല്പിച്ച് അനുഭവിക്കുന്ന ഒരു കാര്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ പ്രതികരണം ശക്തമാണെങ്കിൽ, നമ്മൾ സങ്കല്പിക്കുന്നത് വളരെ വ്യക്തമാണെങ്കിൽ ഉപബോധ മനസ്സിന് ആ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. അത് നമ്മൾ സങ്കല്പിച്ച യാഥാർത്ഥ്യത്തെ ഒരു യഥാർത്ഥ സംഭവമായി കണക്കാക്കും. അങ്ങനെ ഇത് നിങ്ങൾക്ക് ശരിക്കും സംഭവിച്ചതായിട്ട് 3Dയിൽ അത് യഥാർത്ഥത്തിൽ നടന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊരു പുതിയ ഫോൺ ആഗ്രഹിക്കുന്നു, ഒരു മൊബൈൽ ഫോൺ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുക.
നിങ്ങൾ ആ ഫോണിനെ കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ടാവും. അതിൻ്റെ കളറ്, അതിൻ്റെ ഫീച്ചറുകൾ എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ നിങ്ങൾ ആ ഫോൺ വാങ്ങുന്നതിന് മുമ്പേ അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയായിരിക്കും ഒന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ഫോൺ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. അതിൻ്റെ സ്ക്രീനിൽ നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല ഫോട്ടോസ് എടുക്കുന്നു. ഇത് വെറുതെ ഒരു സങ്കല്പമല്ല. നിങ്ങൾ ആ ഫോൺ ശരിക്കും സ്വന്തമാക്കിയാൽ എങ്ങനെയായിരിക്കുമോ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. അത് നിങ്ങൾ അനുഭവിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ, ഈ വർത്തമാന നിമിഷത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഉള്ളിലേക്ക് തിരിക്കുക. എന്നിട്ട് നമ്മുടെ ഭാവനയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അനുഭവം ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായി എന്ന് ശക്തമായിട്ട് വിശ്വസിച്ച് അനുഭവിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയെന്ന് സങ്കല്പിക്കുക. ആ സന്തോഷം നിങ്ങളുടെ ഓരോ കോശത്തിലും നിറയുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അവരുടെ സാമീപ്യം നിങ്ങൾക്ക് നൽകുന്ന സന്തോഷവും സ്നേഹവും അനുഭവിക്കുക. നിങ്ങൾ സാമ്പത്തികമായിട്ട് സ്വതന്ത്രനായെന്ന് സങ്കല്പിക്കുക. ആ സുരക്ഷിതത്വവും ആശ്വാസവും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. ഇനി അതെങ്ങനെയാ ചെയ്യേണ്ടത്? ഇതിനായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, പൂർണ്ണമായിട്ട് മുഴുകുക. നിങ്ങൾ സങ്കല്പിക്കുന്ന ആ രംഗത്തിൽ പൂർണ്ണമായിട്ട് മുഴുകുക. നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളും ഉണർത്തുക. നിങ്ങൾ ആ പുതിയ കാറിൽ യാത്ര ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ സീറ്റിൻ്റെ മൃദുത്വം, പുതിയ ലെതറിൻ്റെ മണം, എഞ്ചിൻ്റെ നേരിയ ശബ്ദം എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ശബ്ദം, അവരുടെ സ്പർശം എല്ലാം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റ് ചിന്തകളെ ഒഴിവാക്കുക. നിങ്ങൾ സങ്കല്പിക്കുന്ന സമയത്ത് മറ്റ് ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരാതെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ 3D ലോകത്തിലെ പ്രശ്നങ്ങളോ സംശയങ്ങളോ ഒന്നും ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത്. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ നിങ്ങൾ സങ്കല്പിക്കുന്ന ആ സന്തോഷകരമായ അനുഭവത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, അത് യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കുക. നിങ്ങൾ സങ്കല്പിക്കുന്ന ആ അനുഭവം കഴിഞ്ഞാൽ അത് വെറും ഒരു സ്വപ്നമല്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയുക. നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ പോലും നിങ്ങൾ അനുഭവിച്ച ആ സന്തോഷവും ആശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ നിലനിർത്തുക. നമ്മൾ ശക്തമായിട്ട് സങ്കല്പിക്കുകയും നമ്മുടെ ഭാവനയിലെ ആ രംഗം 3D യാഥാർത്ഥ്യം പോലെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസവും തോന്നത്തില്ല. കാരണം നമ്മുടെ മനസ്സിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ അത്രത്തോളം ശക്തമായി ഒരു കാര്യം വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ ഒരു യാഥാർത്ഥ്യമായി സ്വീകരിക്കും. നിങ്ങളൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ സന്തോഷകരമായ രംഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരില്ലേ? ചിരിക്കുകയും ദുഃഖകരമായ രംഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരികയും ചെയ്യാറില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ആ നിമിഷം നിങ്ങളുടെ മനസ്സ് ആ സിനിമയിലെ രംഗങ്ങളെ യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് ശക്തമായിട്ട് സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനെ ഒരു യാഥാർത്ഥ്യമായി കണക്കാക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹവും യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ സന്തോഷവും ആശ്വാസവും അനുഭവിക്കുമ്പോൾ നിങ്ങൾ ആ യാഥാർത്ഥ്യത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു മാന്ത്രിക വിദ്യ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ്. നിങ്ങൾ സങ്കല്പിച്ച അനുഭവം ഒരു ഓർമ്മ പോലെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. നിങ്ങൾ ശരിക്കും അനുഭവിച്ചൊരു നല്ല കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നാറില്ലേ? അതുപോലെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയായതായി നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിലൊരു ഓർമ്മയായിട്ട് മാറണം. ആ ഓർമ്മയിൽ നിന്ന് നിങ്ങളുടെ ഊർജം ലഭിക്കും, നിങ്ങളുടെ വിശ്വാസവും വർദ്ധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, നമ്മൾ സങ്കല്പിക്കുന്നതും വിശ്വസിക്കുന്നതും വെറും ഫാൻറ്റസികളല്ല, അതൊരു ഭാവി യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ചുവടുവയ്പ്പുകളാണ്. നമ്മൾ നമ്മുടെ ഭാവനയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യത്തിലെ എല്ലാ ഭാവങ്ങളോടും കൂടി അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു യഥാർത്ഥ മുദ്ര പതിപ്പിക്കുകയും ആ മുദ്ര പിന്നീട് നമ്മുടെ 3D ലോകത്ത് യാഥാർത്ഥ്യമായി വരികയും ചെയ്യും. അത് തന്നെയാണ് ഞാൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
കൂടുതൽ മാനിഫെസ്റ്റേഷൻ ടിപ്സുകളും ട്രിക്സുകളുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. താങ്ക്